ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിവിധ ഘട്ടത്തിൽ. കോവിഡ് ബാധിതർക്കും രോഗനിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് വിതരണം നാളെ ആരംഭിക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി പടിഞ്ഞാറേക്ക് നീങ്ങുന്നു. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.75% താഴ്ന്നു. 61,894 പേർ ചികിത്സയിൽ. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ പ്രചാരണം ചൂടേറി. അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശബ്ദകോലാഹലങ്ങളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കിയാണ് ഇത്തവണത്തെ പരസ്യപ്രചാരണം. കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ടം പൂർണ്ണമായും പാലിച്ചാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഈ മാസം 8-നാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ വിവിധ തലങ്ങളിലേക്ക് 6,465 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കൊല്ലത്ത് 5,723, പത്തനംതിട്ടയിൽ 3,699, ആലപ്പുഴയിൽ 5,463, കോട്ടയത്ത് 5,432, ഇടുക്കിയിൽ 3,234 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സംസ്ഥാനത്താകെ 74,899 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സംസ്ഥാനത്ത് ഈ മാസം 8-ന് നടക്കുന്ന ആദ്യഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും രോഗനിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുമുള്ള സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് വിതരണം നാളെ ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ അറിയിച്ചു. ഓരോ ജില്ലയിലും വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ തലേദിവസം വൈകുന്നേരം 3 വരെ കോവിഡ് ബാധിച്ചവർക്കും രോഗനിരീക്ഷണത്തിലുള്ളവർക്കുമാണ് സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുക. എന്നാൽ വോട്ടെടുപ്പിന്റെ തലേദിവസം പകൽ 3-ന് ശേഷം വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെയുള്ള സമയത്ത് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നവർക്കും ആ സമയത്ത് നിരീക്ഷണത്തിൽ പ്രവേശിച്ചവർക്കും തപാൽ വോട്ട് ഇല്ല. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് PPE കിറ്റ് ധരിച്ച് കോവിഡ് മാനദണ്ഡം പാലിച്ച് പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും ക്രമീകരിക്കുന്ന പ്രക്രിയ വെള്ളിയാഴ്ച ആരംഭിക്കും. വരണാധികാരികളുടെ ഓഫീസുകളിൽ സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഇത് നടക്കുക. ഇതിനായി വോട്ടെടുപ്പ് യന്ത്രങ്ങൾ നാളെയും മറ്റന്നാളുമായി അതത് വരണാധികാരികൾക്ക് വിതരണം ചെയ്യും. കോട്ടയം ജില്ലയിൽ ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിമത സ്ഥാനാർത്ഥികൾ LDFിലും UDFിലും സജീവമാണ്. എന്നാൽ NDAയിൽ വിമതരുടെ സാന്നിധ്യം കാര്യമായില്ല. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ടോം മാത്യു. കോട്ടയം, വൈക്കം, ഏറ്റുമാനൂർ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റികളിൽ UDF വിമതർ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി റോസമ്മ സോണിക്കൊപ്പം മഹിളാ കോൺഗ്രസ് നേതാവ് മോളി ലൂയിസും കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിലെ സാലി ജോർജും മത്സരിക്കുന്നു. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലും കോൺഗ്രസ്, കേരള കോൺഗ്രസ് എം ജോസഫ് പ്രവർത്തകർ വിമതരായി രംഗത്തുണ്ട്. ഈരാറ്റുപേട്ട, പാല, വൈക്കം മുനിസിപ്പാലിറ്റികളിലും കടനാട്, ഉഴവൂർ, എരുമേലി, കുറവിലങ്ങാട് പഞ്ചായത്തുകളിലും LDFും വിമത ഭീഷണി നേരിടുന്നു. ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വിമത സാന്നിധ്യം ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്ന് LDF നേതൃത്വം പറയുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് NDA തരംഗമുണ്ടാകുമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളെ NDAയോട് അടുപ്പിച്ചതായും അദ്ദേഹം ചേർത്തലയിൽ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്രമായി പടിഞ്ഞാറേക്ക് നീങ്ങുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതേ തുടർന്ന് തെക്കൻ കേരളം, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഒരു റിപ്പോർട്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ മഴ കനത്തേക്കാമെന്ന് കാലാവസ്ഥാ പ്രവചനം. വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാറ്റ് ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്തതും ശക്തമായ മേൽക്കൂരയില്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ നാവികസേനയോടും തീരസംരക്ഷണ സേനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 7 സംഘങ്ങളെ കൂടി അധികം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുൻകരുതലിന്റെ ഭാഗമായി ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് ധനമന്ത്രി തോമസ് ഐസക് ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസമായി വിജിലൻസിനെതിരെ വാളോങ്ങി നിന്ന തോമസ് ഐസക്കിനെ മുഖമടച്ച് പ്രഹരിക്കുന്ന മട്ടിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.75% താഴ്ന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 34,689 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 3,382 പേർക്ക് കൂടി രോഗം കണ്ടെത്തി. പരിശോധനകളിലെ കുറവാണ് രോഗസ്ഥിരീകരണ നിരക്ക് കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇന്നലെ 6,055 പേർ രോഗമുക്തരായി. 21 മരണങ്ങൾ കൂടി രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഇപ്പോൾ 61,894 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. നവംബറിൽ മുൻ മാസത്തേതിനെ അപേക്ഷിച്ച് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിലൂടെയാണ് കേരളത്തിൽ രോഗനില നിയന്ത്രിക്കാനും മരണനിരക്ക് കുറയ്ക്കാനും സാധിച്ചതെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജൻ ഖൊബ്രഗഡെ. ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഒരു വർഷമായി നമ്മൾ നേരിടുന്ന ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നാളതുവരെ വളരെ നല്ല രീതിയിൽ പ്രിവെൻഷൻ കാര്യത്തിൽ, കെയർ ആൻഡ് സപ്പോർട്ട് കാര്യത്തിൽ, അതുപോലെ തന്നെ അവയർനെസ് ജനറേഷൻ കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. എനിക്ക് പറയാനുള്ളത്, തുടർച്ചയായിട്ട് നമ്മൾ എല്ലാവരും പ്രിവെൻഷൻ ഫോക്കസ് ചെയ്തിട്ട് മറ്റെല്ലാ കാര്യങ്ങൾ കൃത്യം പാലിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഇത് വിജയം നേടാൻ സാധിക്കും. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സ് എന്ന മഹാമാരിയെക്കുറിച്ച് പൊതു അവബോധം സൃഷ്ടിക്കാനാണ് വർഷം തോറും ഡിസംബർ 1 ഐക്യരാഷ്ട്ര സംഘടന ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. അവബോധ പ്രവർത്തനങ്ങൾക്ക് പുറമെ എയ്ഡ്സിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഉത്തരവാദിത്തം പങ്കുവയ്ക്കാം, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ക്രിസ്മസ്, പുതുവത്സരാഘോഷം എന്നിവയ്ക്ക് മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ എക്സൈസ് വകുപ്പ് പരിശോധന കർശനമാക്കി. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. വ്യാജമദ്യം, മയക്കുമരുന്ന് എന്നിവ കടത്തുന്നതും സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും തടയുന്നതിനായാണ് അടുത്ത മാസം 2 വരെ പ്രത്യേക പരിശോധനയ്ക്ക് തുടക്കമിട്ടത്. ലഹരിക്കടത്ത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനും തീരുമാനമുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ താലൂക്ക് തല സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകൾ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങൾ, കോളനികൾ എന്നിവ കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധന നടത്തിവരികയാണ്. അതിഥി തൊഴിലാളികൾക്കിടയിലും പരിശോധന നടത്തിവരുന്നു. അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. KSFE റെയ്ഡ് സ്വാഭാവികമാണെന്നും വിജിലൻസിന് ദുഷ്ടലാക്കില്ലെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. KSFE റെയ്ഡിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വ്യക്തമാക്കി. തന്റെ വകുപ്പിലും താൻ അറിയാതെ വിജിലൻസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. വിജിലൻസിന് ഏതു സമയത്തും അന്വേഷണം നടത്താമെന്നും ചില ക്രമക്കേടുകൾ വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്നും ശ്രീ ജി സുധാകരൻ പറഞ്ഞു. KSFE വിഷയത്തിൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും 2 തട്ടിലാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആരോപിച്ചു. KSFEയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് BJP നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഗോവയിൽ രാത്രി 7:30ക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും FC ഗോവയും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിവിധ ഘട്ടത്തിൽ. കോവിഡ് ബാധിതർക്കും രോഗനിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് വിതരണം നാളെ ആരംഭിക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി പടിഞ്ഞാറേക്ക് നീങ്ങുന്നു. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.75% താഴ്ന്നു. 61,894 പേർ ചികിത്സയിൽ. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി 12:50-ന്.